കേരള സിലബസ് 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അതിൽ സെക്കൻഡ് ചാപ്റ്റർ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇന്ന് അതിൻ്റെ ആ ചാപ്റ്ററിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ലെറ്റ്സ് റിവൈൻഡ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസും അതുപോലെ ആക്ടിവിറ്റീസും നോക്കാം. ഈ ലെസൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് മലയാളം എക്സ്പ്ലനേഷൻ അത് നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കും. വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ജേർണി ബൈ ട്രെയിൻ? ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു ദ നരേറ്റേഴ്സ് തോട്ട്സ് ആൻഡ് റിഫ്ലക്ഷൻസ്? ട്രെയിൻ യാത്രയുടെ പ്രാധാന്യം എന്താണ്? ഈ നരേറ്ററുടെ കഥ പറയുന്ന ആളിൻ്റെ ചിന്തകളെയും അതുപോലെ തന്നെ അവരുടെ ആ റിഫ്ലക്ഷൻസ് അവരതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് ഈ യാത്രയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രെയിൻസ് ടെൻഡ് ടു മൂവ് സ്മൂത്ത്ലി സോ പാസഞ്ചേഴ്സ് ക്യാൻ എൻഗേജ് ഇൻ സം ക്വയറ്റ് കണ്ടംപ്ലേഷൻ ഓർ ഇൻട്രോസ്പെക്ഷൻ. പൊതുവെ മറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിൻ അല്പം സ്മൂത്തായി പോകുന്നതാണ്. നമുക്ക് കാര്യമായ ഒരു ജർക്കിംഗ് ഒന്നും അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ ആളുകൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ധ്യാനിക്കാം, കണ്ടംപ്ലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവർക്കൊരു ആത്മവിശകലനം ഇൻട്രോസ്പെക്ഷൻ അതും ചെയ്യാവുന്നതാണ്. ഹിയർ ദ നരേറ്റർ ഈസ് ഇമാജിനിങ് എ മീറ്റിംഗ് വിത്ത് ഹർ ഡിപ്പാർട്ടഡ് ഫാദർ. ഇവിടെ ട്രെയിൻ യാത്രയിലിരുന്ന് നരേറ്റർ സൽമ ലാഗർലോഫ് അവരുടെ മരിച്ചുപോയ അച്ഛനുമായുള്ള ഒരു മീറ്റിംഗ് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. The smooth movement of the train and the rhythmic sounds it produces eliminate distractions and help her focus. ട്രെയിൻ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ആ ഒരു ശബ്ദം, ഒരേ ശബ്ദങ്ങളാണ് ട്രെയിൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റിഥമിക്കായി ഒരേ സൗണ്ട്സ് ഉണ്ടാക്കുകയാണ്. ഈ ട്രെയിനിന്റെ ഈ മൂവ്മെന്റ് അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ഈ ശബ്ദവും മറ്റ് ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നരേറ്റർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഡേ ഡ്രീം ചെയ്യാനാവുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ റൈറ്റേഴ്സ് ഫീലിംഗ്സ് ഓഫ് ഇൻഡെറ്റഡ്നെസ് ടു നേച്ചർ. സൈറ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്പീച്ച്. റൈറ്റർക്ക് പ്രകൃതിയോടുള്ള കടപ്പാടിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. അവരുടെ സ്പീച്ചിൽ നിന്ന് ആ കടപ്പാട് വ്യക്തമാക്കുന്ന സിറ്റുവേഷൻസ് അതൊന്ന് സൈറ്റ് ചെയ്യാം. ദ റൈറ്റർ ഈസ് ഇൻഡെറ്റഡ് ടു നേച്ചർ ബിക്കോസ് ഇറ്റ് ടോട്ട് ഹെർ എ ലോട്ട് ഓഫ് തിങ്സ്. റൈറ്റർ പ്രകൃതിയോട് കടപ്പെട്ടിരിക്കുന്നു കാരണം പ്രകൃതി അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. She says that the animals, the birds, the plants, flowers and rocks have all shared some of their secrets with her. റൈറ്റർ എന്താ പറയുന്നത്? ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവികളും, മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, ചെടികളാകട്ടെ, പൂക്കളാവട്ടെ, ജീവനില്ലാത്ത പാറക്കല്ലുകൾ പോലും അവരുടെ ചില സീക്രട്സ് ഈ റൈറ്ററുമായി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. These secrets enriched her imagination and later influenced her writing. ഇതേ സീക്രട്സ് പ്രകൃതിയിൽ നിന്ന് പഠിച്ച ഈ പാഠങ്ങളാണ് പിന്നീട് അവരുടെ ഭാവനയെ എൻറിച്ച് ചെയ്യുന്നത്, സമ്പുഷ്ടമാക്കുന്നത്. അതാണ് പിന്നീട് അവരുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നത്. ഹെർ ഫാദർ ഹാഡ് എ പ്രൈം റോൾ ഇൻ ഷേപ്പിംഗ് സെൽമാസ് പേഴ്സണാലിറ്റി. സെൽമയുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അച്ഛൻ തന്നെയായിരുന്നു. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ദ ഫോളോയിങ് ഇൻ ഷേപ്പിംഗ് ഹെർ ലൈഫ്. അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഇനി ഈ താഴെ പറയുന്നവയ്ക്കുള്ള പങ്ക് എന്തായിരുന്നു എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നേച്ചർ എങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നോക്കാം. നേച്ചർ ഇൻസ്പയർഡ് ഹെർ ടു റൈറ്റ്. എഴുതാൻ പ്രേരിപ്പിച്ചു. ഇറ്റ് ടോട്ട് ഹെർ ദാറ്റ് ദർ ഈസ് പോയട്രി ഇൻ ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. എന്തിലും കവിതയുണ്ടെന്നാണ് പ്രകൃതിയിൽ നിന്ന് സെൽമ പഠിച്ചെടുത്തത്. ലിറ്ററേച്ചർ, സാഹിത്യം എങ്ങനെയാണ് അവരെ സ്വാധീനിച്ചത് എന്ന് നോക്കാം. The stories that she read and the stories that she heard made her fall in love with fairy tales and the sagas of heroes. കേട്ട കഥകൾ, വായിച്ച കഥകൾ, ഇതെല്ലാം ഫെയറി ടെയിൽസിനെയും അതുപോലെ തന്നെ മറ്റ് നായകന്മാരുടെ കഥകളെയും എല്ലാം ഇഷ്ടപ്പെടാൻ സെൽമയെ പ്രേരിപ്പിക്കുന്നുണ്ട്. ലെറ്റർ ഷീ വോവ് ഹെർ ഓൺ സ്റ്റോറീസ് ഡ്രോയിങ് ഇൻസ്പിറേഷൻ ഫ്രം ദീസ് എലമെന്റ്സ്. ഈ ഫെയറി ടെയിൽസ്, ഫോക്ലോർ, നാടോടി കഥകൾ, മാന്ത്രിക കഥകൾ, ഇതിൽ നിന്നെല്ലാം ഇൻസ്പിറേഷൻ എടുത്താണ് പിന്നീട് അവരുടേതായ കഥകൾ നെയ്തെടുക്കുന്നത്. ലെറ്റർ ഷീ വോവ് ഹെർ ഓൺ സ്റ്റോറീസ് ഡ്രോയിങ് ഇൻസ്പിറേഷൻ ഫ്രം ദീസ് എലമെന്റ്സ്. ആർട്ട്, മ്യൂസിക് ആൻഡ് ഫോക്ക് ടെയിൽസ് എൻറിച്ച്ഡ് ഹെർ ഇമാജിനേഷൻ ആൻഡ് ഹെൽപ്ഡ് ഹെർ റൈറ്റ്. അവരുടെ ഭാവനയെ, അവർ കേട്ട പാട്ടുകൾ, അതുപോലെ തന്നെ ഫോക്ക് ടെയിൽസ് എന്ന് പറയുമ്പോൾ നാടോടി കഥകൾ, അത് അവരുടെ ഭാവനയെ നല്ലതുപോലെ സമ്പുഷ്ടമാക്കുകയും അതുപോലെ തന്നെ അവരെ എഴുതാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സപ്പോർട്ടഡ് ടു ഹെർ റൈറ്റ്. എഴുതാൻ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, സപ്പോർട്ട് ചെയ്തു. ദേ ഓപ്പൺ ഡോർസ് ഫോർ ഹെർ വെൻ നോ വൺ ബിലീവ്ഡ് ഇൻ ഹെർ. സെൽമയുടെ എഴുത്തുകാരി എന്ന ഒരു കഴിവിൽ ആർക്കും വിശ്വാസമില്ലാതിരുന്ന കാലത്ത് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അവരുടെ സുഹൃത്തുക്കളും കുടുംബവും. റീഡേഴ്സ്. ഹെർ റീഡേഴ്സ് എൻകറേജ്ഡ് ഹെർ ടു റൈറ്റ്. അവരുടെ വായനക്കാരാണ് അവരെ എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. ഇഫ് ദേ ഡിഡ്ന്റ് വാണ്ട് ടു റീഡ് ഹെർ സ്റ്റോറീസ് ഷീ വുഡന്റ് ബി ഏബിൾ ടു കണ്ടിന്യൂ റൈറ്റിംഗ്. ആളുകൾക്ക്, വായനക്കാർക്ക് ഇവരുടെ കഥകൾ വായിക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും
എഴുത്ത് തുടരാൻ സാധിക്കില്ലായിരുന്നു. ഹൗ ഡസ് സെൽമ എക്സ്പ്രസ് ഹെർ ഗ്രാറ്റിറ്റ്യൂഡ്? സെൽമ എങ്ങനെയാണ് തന്റെ നന്ദി പ്രകടിപ്പിക്കുന്നത്? ടു എക്സ്പ്രസ് ഹെർ ഗ്രാറ്റിറ്റ്യൂഡ് ഷീ ടെൽസ് എ സ്റ്റോറി ഇൻ എ ഡ്രീം ലൈക്ക് സെനേറിയോ. ഒരു സ്വപ്ന സമാനമായ ഒരു സാഹചര്യത്തിലുള്ള ഒരു കഥ അത് പറഞ്ഞുകൊണ്ടാണ് സെൽമ തന്റെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി എക്സ്പ്രസ് ചെയ്യുന്നത്. ത്രൂ ദിസ് സ്റ്റോറി, ഈ കഥയിലൂടെ ഷീ താങ്ക്സ് എവരി വൺ ഹു ഹാസ് സപ്പോർട്ടഡ് ഹെർ ജേർണി ആസ് എ റൈറ്റർ. ഒരു എഴുത്തുകാരി എന്ന നിലയിലുള്ള അവരുടെ യാത്രയെ സഹായിച്ച എല്ലാവരോടും ഈ കഥയിലൂടെ അവർ നന്ദി പറയുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് ദ സ്പീക്കർ മീൻസ് ബൈ സേയിങ് മൈ ബിഗ്ഗസ്റ്റ് ഡെറ്റ് ഹാസ് നോട്ട് കം? എന്റെ ഏറ്റവും വലിയ കടം അതിനിയും വന്നിട്ടില്ല എന്ന് പറയുന്നത് വഴി എന്താണ് സ്പീക്കർ ഉദ്ദേശിക്കുന്നത്? ഹിയർ ദ സ്പീക്കർ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹെർ വിന്നിംഗ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. തനിക്ക് നോബൽ സമ്മാനം, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതിനെ കുറിച്ചാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. ഷി ബിലീവ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഹെർ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ആൻഡ് ഷീ ഈസ് ക്വൈറ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. സെൽമയുടെ അഭിപ്രായത്തിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ പ്രൈസ് കിട്ടിയത് തന്നെയാണ്. അതിൽ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഷീ ഈസ് ക്വൈറ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. വാട്ട് അക്കോർഡിംഗ് ടു യു ഈസ് സെൽമ ലാഗർലോഫ്സ് മെസ്സേജ് ടു ഹെർ ഓഡിയൻസ് ആൻഡ് ടു us? വാട്ട് അക്കോർഡിംഗ് ടു യു, നിങ്ങളുടെ അഭിപ്രായത്തിൽ തന്റെ വായനക്കാർക്കും നമുക്കും സെൽമ ലാഗർലോഫ് തരുന്ന സന്ദേശം എന്താണ്? ഹെർ മെസ്സേജ് ഈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹംബിൾ. കൃതജ്ഞതയുള്ളവരായിരിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ എളിമയുള്ളവരായിരിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ളതാണ് സെൽമയുടെ ഏറ്റവും വലിയ സന്ദേശം. വി ഓ അവർ സക്സസ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മുടെ വിജയത്തിന് നമ്മൾ ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് ഫൂളിഷ് ടു ബിലീവ് ദാറ്റ് അവർ അച്ചീവ്മെന്റ്സ് ആർ അവർ ഓൺ. നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ മാത്രമാണ് എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. വെൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഹെൽപ്ഡ് us along the way. യാത്രയിൽ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുള്ളതിനാൽ തന്നെ നമ്മുടെ നേട്ടങ്ങൾ നമ്മുടേത് മാത്രമാണ്, നമ്മുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ചാണ് നമ്മൾ അതെല്ലാം നേടിയെടുത്തത് എന്ന് കരുതുന്നത് വലിയ അബദ്ധമാണ്, മണ്ടത്തരമാണ്. ഇതാണ് സെൽമയുടെ മെസ്സേജ്. ഇനി ആക്ടിവിറ്റി നോക്കാം. സെൽമ ലാഗർലോഫ് ഹാസ് അറൈവ്ഡ് അറ്റ് സ്റ്റോക്ക്ഹോം ടു റിസീവ് ദി നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിനുള്ള നോബൽ സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി സെൽമ ലാഗർലോഫ് സ്റ്റോക്ക്ഹോമിൽ എത്തിയിട്ടുണ്ട്. You are assigned the task of introducing and welcoming her to receive the award. അവരെ പരിചയപ്പെടുത്താനും അതുപോലെ അവാർഡ് സ്വീകരിക്കാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കാനുമുള്ള ജോലി നിങ്ങളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. റൈറ്റ് ദ ടെക്സ്റ്റ് ഓഫ് അനൗൺസ്മെന്റ്. ഇതെങ്ങനെ നിങ്ങൾ അനൗൺസ് ചെയ്യും, സ്റ്റേജിൽ എങ്ങനെ അനൗൺസ് ചെയ്യും? ഒരു സാമ്പിൾ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ സ്വീഡിഷ് അക്കാദമി, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇവിടെ കൂടിയിരിക്കുന്ന മാന്യ വ്യക്തികളെ, അതിഥികളെ, സ്വീഡിഷ് അക്കാദമിയിലെ മെമ്പേഴ്സ്, അവരെ എല്ലാവരെയും മെൻഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടുഡേ ഐ ഹാവ് ദ ഓണർ ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് അവർ ടൈംസ്. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു എഴുത്തുകാരിയെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ബഹുമതി, ഒരു ഭാഗ്യമാണ് എനിക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. Her stories beautifully portray the cultures, beliefs and traditions of her country. അവരുടെ നാടിന്റെ സംസ്കാരം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ഇതിനെയെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നവയാണ് അവരുടെ കഥകൾ. യൂസിങ് ഹെർ റിച്ച് ഇമാജിനേഷൻ, തന്റെ വളരെ സമ്പന്നമായ ആ ഭാവനാശക്തി ഉപയോഗിച്ച് ഷീ വോവ് ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ദാറ്റ് ക്യാപ്ചേർഡ് ദ എസൻസ് ഓഫ് ഹെർ മദർലാൻഡ്. തന്റെ മദർലാൻഡിന്റെ ആ ഒരു എസൻസ്, അതിന്റെ ആ ഒരു സോൾ, ആത്മാവ്, അതിനെ ഉൾക്കൊള്ളുന്ന, അതിനെ ക്യാപ്ചർ ചെയ്യുന്ന കഥകളാണ് അവർ തന്റെ സമ്പന്നമായ ഭാവന ഉപയോഗിച്ച് നെയ്തെടുത്തിട്ടുള്ളത്. ഷീ ഈസ് ഓൾസോ ദ ഫസ്റ്റ് വുമൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ഇവർ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗെദർ ആസ് വി വെൽക്കം ഓൺ ടു ദ സ്റ്റേജ് അവർ ബിലവഡ് റൈറ്റർ മിസ് സെൽമ ലാഗർലോഫ് ടു റിസീവ് ദിസ് പ്രസ്റ്റീജിയസ് അവാർഡ്. പുട്ട് യുവർ ഹാൻഡ്സ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് ചെയ്യുക എന്നർത്ഥം. ഇമാജിൻ യു ആർ സെൽമ ലാഗർലോഫ്. നിങ്ങൾ സെൽമ ലാഗർലോഫ് ആണെന്ന് സങ്കല്പിക്കുക. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസൽഡേ ഹു പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ യുവർ ലിറ്റററി ജേർണി ബൈ ഓപ്പണിംഗ് ഡോർസ് വെൻ നോ വൺ എൽസ് ബിലീവ്ഡ് ഇൻ യു. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ എസൽഡേക്ക് ഒരു ലെറ്റർ എഴുതുക. അവരാണ് അവസരങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തന്നത്. ഈ ലെറ്റർ നോബൽ പ്രൈസ് ലഭിച്ചതിന് ശേഷം ഹോട്ടൽ മുറിയിൽ വെച്ച് സെൽമ എസൽഡയ്ക്ക് എഴുതി എന്ന രീതിയിലാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ലെറ്റർ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോട്ടൽ പാരഡൈസ്, സ്റ്റോക്ക്ഹോം, ജാനുവരി 1, 1910. 1909 അവർക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. പൊതുവെ നോബൽ പ്രൈസസ് ഡിസംബർ മാസത്തിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ജനുവരി 1 അതിൻ്റെ അടുത്ത ദിവസം ലഭിച്ചു എന്ന രീതിയിലാണ് ഈ ലെറ്റർ എഴുതിയിട്ടുള്ളത്. ഡിയർ എസൽഡേ, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ഫ്രം മൈ ഹോട്ടൽ ഇൻ സ്റ്റോക്ക്ഹോം ജസ്റ്റ് ആഫ്റ്റർ റിസീവിംഗ് ദ നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് ലഭിച്ചതിന് ശേഷം എൻ്റെ ഹോട്ടൽ മുറിയിൽ ഇരുന്നാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്.
ഐ സ്റ്റിൽ കനോട്ട് ബിലീവ് ദാറ്റ് ഐ ഹാവ് വൺ ദിസ് അവാർഡ്. ഈ അവാർഡ് എനിക്ക് ലഭിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് അച്ചീവ്മെന്റ് ഫോർ മീ. എന്നെ സംബന്ധിച്ച് അത് അത്രയും വലിയ ഒരു നേട്ടമാണ്. As I hold this award in my hand, you are the first person who comes to my mind. ഞാൻ ഈ അവാർഡ് എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ വ്യക്തി നിങ്ങളാണ്. I do not have enough words to express my gratitude to you. നിങ്ങളോടുള്ള എൻ്റെ നന്ദി അത് പ്രകടിപ്പിക്കാൻ ആവശ്യമായ വാക്കുകൾ എൻ്റെ കയ്യിലില്ല. I wouldn't be able to win this honor without you. നിങ്ങളില്ലാതെ എനിക്കൊരിക്കലും ഈ ഒരു ബഹുമതി അത് കരസ്ഥമാക്കാൻ സാധിക്കില്ലായിരുന്നു. There was a time when I had no readers, when no one believed in me. ഞാൻ എഴുതിയത് വായിക്കാൻ ആൾക്കാരില്ലാതിരുന്ന, ആരും എന്നിൽ വിശ്വസിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് യു സ്റ്റുഡ് ബൈ മീ. നിങ്ങളാണ് എൻ്റെ കൂടെ നിന്നത്. യു ഹാഡ് ഫെയ്ത്ത് ഇൻ മൈ എബിലിറ്റി ടു റൈറ്റ്. എഴുതാനുള്ള എൻ്റെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. യു ഫൗണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മീ ആൻഡ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ മേക്കിംഗ് മീ ദ റൈറ്റർ ദാറ്റ് ഐ ആം ടുഡേ. ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഈ റൈറ്റർ ആക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. വിത്തൗട്ട് സിൻസിയർ ഫ്രണ്ട്സ് ലൈക്ക് യു, നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സ് ഇല്ലാതെ ഐ ഡോണ്ട് നോ വാട്ട് ഐ വുഡ് ഹാവ് ബിക്കം. ഞാൻ എന്താവുമായിരുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്താവുമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഓൺ മൈ വേ ടു സ്റ്റോക്ക്ഹോം ഐ ഇമാജിൻ ടോക്കിംഗ് ടു മൈ ഫാദർ. സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കുന്നതായി ഭാവന ചെയ്തു, സങ്കല്പിച്ചു. He was the person who introduced me to the world of letters. അച്ഛനാണ് എന്നെ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. I owe him a lot. ഞാൻ അച്ഛനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. I owe gratitude to a lot of people and you have a special place among them. ഞാൻ ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് കടപ്പാടുള്ള വ്യക്തികളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അത് നിങ്ങൾക്കുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മൈ ജേർണി ടു ദിസ് അച്ചീവ്മെന്റ്. ഈ നേട്ടത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ സപ്പോർട്ട് ചെയ്തതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഐ ലുക്ക് ഫോർവേഡ് ടു കമ്മിങ് ഹോം ആൻഡ് സെലിബ്രേറ്റിംഗ് ദിസ് മൊമെന്റ് വിത്ത് യു. ഇനി ഈ അവാർഡ് ലഭിച്ച ഇനി വീട്ടിലേക്ക് വന്ന് ഈ ഒരു അച്ചീവ്മെന്റ്, ഈ ഒരു മൊമെന്റ് അത് നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനായി ഞാൻ കാത്തിരിക്കുന്നു. ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽമ. യു ഹാവ് ബീൻ ചോസൻ ടു ഡിസൈൻ എ ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ടു ഓണർ സെൽമ ലാഗർലോഫ്, ദ നോബൽ പ്രൈസ് വിന്നർ. The certificate should be visually appealing, highlighting the admiration and gratitude of those honoring her. Use any word processing software available. ഞാനിവിടെ ഒരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് തയ്യാറാക്കാം. ഏതെങ്കിലും ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത് തയ്യാറാക്കാവുന്നതാണ്. ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ ആദ്യം എഴുതേണ്ടത് ഇതാണ്: ദ സർട്ടിഫിക്കറ്റ് ഈസ് പ്രൗഡ്ലി അവാർഡഡ് ടു, അല്ലെങ്കിൽ പ്രസന്റഡ് ടു. പിന്നെ ആർക്കാണോ അത് നൽകുന്നത് അവരുടെ പേര്. അതിനുശേഷം നമുക്ക് അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള ഇതെല്ലാമാണ്. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് പ്രസന്റഡ് ടു സെൽമ ലാഗർലോഫ്, വൺ ഓഫ് ദ greatest writers of our times and the winner of the coveted Nobel Prize for Literature in 1909. 1909 നോബൽ പ്രൈസ്, ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായ സെൽമ ലാഗർലോഫിനാണ് ഈ സർട്ടിഫിക്കറ്റ് പ്രസന്റ് ചെയ്യുന്നത്. യുവർ സ്റ്റോറീസ് ഹാവ് എൻറിച്ച്ഡ് അവർ ലൈഫ്സ് ആൻഡ് ലിറ്ററേച്ചർ ഇൻ സോ മെനി വേസ്. പല രീതികളിൽ ഞങ്ങളുടെ ജീവിതത്തെയും അതുപോലെ സാഹിത്യത്തെയും നിങ്ങളുടെ കഥകൾ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്, സമ്പന്നമാക്കിയിട്ടുണ്ട്. യൂസിംഗ് യുവർ റിച്ച് ഇമാജിനേഷൻ യു ഹാവ് വുവൻ സ്റ്റോറീസ് ദാറ്റ് ഇൻകോർപ്പറേറ്റ് ദ ട്രഡീഷൻസ് ആൻഡ് ഫോക്ലോർ ഓഫ് യുവർ കൺട്രി, സ്വീഡൻ. നിങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ അതിൻ്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അതിൻ്റെ നാടോടി കഥകൾ, അതിൽ നിന്നെല്ലാമുള്ള എലമെൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവനയും ഉൾപ്പെടുത്തി അതിമനോഹരമായ കഥകൾ നെയ്തെടുത്തിട്ടുണ്ട്. യു ഫൗണ്ട് പോയട്രി ഈവൻ ഇൻ ഇൻഅനിമേറ്റ് ഒബ്ജെക്ട്സ് ആൻഡ് ഹെൽപ്ഡ് യുവർ റീഡേഴ്സ് ഫൈൻഡ് ദ സെയിം. ജീവനില്ലാത്ത വസ്തുക്കളിൽ പോലും നിങ്ങൾ കവിത കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വായനക്കാരെ അത് കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് എ ഫൗണ്ടെയിൻ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് കൈൻഡ്നസ്. നമുക്കെല്ലാം ഒരു പ്രചോദനമായതിനും അതുപോലെ തന്നെ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും കാരുണ്യത്തിൻ്റെയും ഒരു ഫൗണ്ടെയിൻ, ഒരു സ്രോതസ് തന്നെ ആയതിനും ഒരുപാട് നന്ദി ഞങ്ങൾ പറയുന്നു. ഇതിന് താഴെ നമുക്ക് ഡേറ്റ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇതെല്ലാം എഴുതാവുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ 3rd ചാപ്റ്റർ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.